الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 200-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم. وإما ينزغنك നിന്നെ പ്രകോപിപ്പിച്ചാൽ അല്ലെങ്കിൽ നിന്നെ പ്രചോദിപ്പിച്ചാൽ മിനശ്ശൈത്താനി പിശാചിൽ നിന്ന് നസ്ഗുൻ ഒരു പ്രകോപിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു പ്രചോദിപ്പിക്കൽ ഫസ്തഈദ് ബില്ലാഹ് ഉടനെ അല്ലാഹുവിനോട് കാവലിനെ തേടുക. ഇന്നഹു സമീഉൻ അവൻ എല്ലാം കേൾക്കുന്നവനും അലീം എല്ലാം അറിയുന്നവനുമാണ്. ഇമ്മ അങ്ങനെ സംഭവിച്ചാൽ എന്നുള്ളതിനാണ് ഇമ്മ. യൻസഗന്നക നസഗ എന്ന് പറഞ്ഞാൽ ഒരു പ്രകോപനം ഉണ്ടാവുക അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടാവുക. യൻസഗന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായും അങ്ങനെ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ചാൽ വല്ല പ്രകോപനമോ പ്രചോദനമോ തിന്മ ചെയ്യാൻ അല്ലെങ്കിൽ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞ സ്വഭാവത്തിന് വിരുദ്ധമായുള്ള നിലപാട് സ്വീകരിക്കാൻ പ്രകോപനമുണ്ടായാൽ അല്ലെങ്കിൽ ആയതിനൊരു പ്രചോദനമുണ്ടായാൽ മിനശ്ശൈത്വാനി അത് പിശാചിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. നസ്ഗുൻ ഒരു പ്രകോപനം. ഫസ്തഈദ് ബില്ലാഹ് അപ്പോൾ നീ അല്ലാഹുവിൽ ശരണം തേടണം. ഇന്നഹു സമീഉൻ അലീം അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചത് ഖുദ് അൽ അഫുവ അഫുവ് ക്ഷമിക്കണം, മാപ്പ് നൽകണം, വിട്ടുവീഴ്ച ചെയ്യണം. വഉമുർ ബിൽ ഉറുഫി നല്ല കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക കാണിക്കുക എന്നുള്ളത്. വഅരിദ് അനിൽ ജാഹിലീൻ വിവരക്കേട് കാണിക്കുന്നവരിൽ നിന്ന് വിവരദോഷികളിൽ നിന്ന് അന്ധക്കേട് കാട്ടുന്നവരെ അവഗണിക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് അകന്നു നിൽക്കണം, അവരെ വിട്ടുപോകണം. വിശ്വാസിയുടെ ലക്ഷണമാണ്. നമുക്കറിയില്ല സൂറത്തുൽ അസ്ർ നമ്മൾ ഓതുമ്പോൾ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ഹഖ് പരസ്പരം ഉപദേശിക്കുക. വതവാസൗ ബിസ്സബ്ർ സ്വബ്ർ പരസ്പരം വസിയത്ത് ചെയ്യുക. ഒരാളെ കയ്യിൽ അല്പം തെറ്റോ അല്ലെങ്കിൽ ദേഷ്യമോ പ്രകോപനമോ വെറുപ്പോ വർത്തമാനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതോ സംഭവിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം പറയുക, ചെയ്യേണ്ടത് പറയരുത്, അങ്ങനെ വേണ്ട, അത് നമ്മൾ പറയാതിരിക്കുക. അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു സുഹൃത്ത് ആത്മാർത്ഥതയുള്ള സുഹൃത്താണെങ്കിലാണ് തിരുത്തുക. അയാൾക്കേ അത് കഴിയുള്ളൂ. മറ്റവർക്കോ പറഞ്ഞോട്ടെ, അവനോട് പറഞ്ഞോട്ടെ, അവൻ്റെ നാവുകൊണ്ട് കൂടുതൽ കുറ്റം ചെയ്തോട്ടോ എന്നൊക്കെ വരും. സ്നേഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയണ്ട. അത് ചിലപ്പോൾ മരിച്ചുപോയാലെ പറ്റിയൊക്കെ പറയും. മരിച്ചുപോയാലെ പറ്റി ഏതായാലും പറയാൻ പാടില്ല. അവരവരുടെ കർമ്മഫലത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ സംഭവിച്ചാൽ അഫുവ് നൽകണം എന്ന് നമ്മളോട് അല്ലാഹ് പറയുക, നല്ല കാര്യം പറയണമെന്ന് പറയുക. വിവരക്കേട് കാണിക്കുകയോ പറയുകയോ ചെയ്താൽ അവരെ നിങ്ങൾ വിട്ടേക്ക്, അവിടെ പ്രകോപനം ഒന്നും ഉണ്ടാക്കാൻ പോകരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ട് ഈ പറഞ്ഞ വിഷയത്തിന് വിരുദ്ധമായി പിശാച് നമ്മളെ പ്രേരിപ്പിച്ച എങ്ങനെയൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെന്താവും പ്രകോപിതനാകും. അല്ലെങ്കിൽ തിന്മ പറയാൻ, തിന്മ പ്രചരിപ്പിക്കാൻ, തിന്മ പ്രേരിപ്പിക്കാനുള്ള പ്രചോദിതനാകും. അങ്ങനെ പ്രകോപനമോ പ്രചോദനമോ ഉണ്ടായാൽ എന്നാണ് വഇമ്മാ യൻസഗന്നക ഇനി നിനക്ക് പ്രകോപനമുണ്ടായി അല്ലെങ്കിൽ പ്രചോദനമുണ്ടായി മിനശ്ശൈത്വാനി പിശാചിൽ നിന്ന് പ്രചോദനം ഉണ്ടാവുക. ആരിൽ നിന്ന് ഒരു തിന്മ ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ ആരിൽ നിന്ന് ആ പ്രചോദനം ഉണ്ടാവുക? ആരാ നമുക്ക് പ്രചോദനം നൽകുക? ചെയ്തോ പിശാചിൽ നിന്നാണ്.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ച മനസ്ഥിതി അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക എന്ന വിഷയത്തിൽ നമ്മളുടെ സമനില വിട്ട് നമ്മളെ പ്രകോപിപ്പിക്കാരാ, അതും പിശാച് തന്നെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വല്ല സംഭവം തോന്നിയാൽ അയ്യടാ പറ്റിപ്പോയല്ലോ, ഞാൻ ചെയ്തു പോയല്ലോ, അല്ലെങ്കിൽ പിശാച് എന്നിലേക്ക് വരുന്നുണ്ട്, ഞാൻ കോപം കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോപം ഉണ്ടാവുക എന്നുള്ളത് ചില ആൾക്കാർ വലിയ സ്വന്തം യോഗ്യതയായിട്ടൊക്കെ പറയാറുണ്ട്. എനിക്ക് വലിയ ദേഷ്യമാണ്, ഞാൻ വലിയ മുൻകോപ്പിയാണ്, അത് എന്തോ വലിയൊരു യോഗ്യതയുടെ ഒരു MA-കാരനാണെന്നൊക്കെ പറയണ മാതിരി, ഞാൻ വലിയ ഡിഗ്രി എടുത്ത ആളാന്നൊക്കെ പറയണ മാതിരി, എനിക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് വലിയ ദേഷ്യമാണ്. അതൊരു യോഗ്യതയൊന്നുമല്ല. എനിക്ക് മുൻകോപ്പമാണ്, എനിക്ക് ഇവിടെ തല ഇങ്ങനെ തരിച്ചു വരും, ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അത് വലിയ ക്വാളിറ്റി ആയിട്ട്. വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി വളരെ ശാന്തനായി, ക്ഷമാശീലനായി, പക്വതയുള്ളവനായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടവനാണ്. അപ്പോൾ ഇത് ആരിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാവുന്നത്? പക്വത വെടിഞ്ഞ് പ്രകോപനം, അത് പിശാചിൽ നിന്നാണ്. അങ്ങനെ പിശാച് നിങ്ങളെ വല്ലതിനും പ്രേരിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രകോപിതനായാൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രചോദിതനായാൽ, അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ, പിശാചിൽ നിന്ന് വല്ല പ്രചോദനമോ പ്രകോപനമോ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നിൽ ഉണർത്തിയാൽ ഫസ്തഇസ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, അള്ളാഹുവിൽ ശരണം തേടുക. ഇത് സൂറത്തു നഹലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഫുസ്സിലത്ത് 36-ാമത്തെ ആയത്ത് കൂടി നിർത്തുക. കാണി 480-ാമത്തെ പേജിൽ 480-ാമത്തെ പേജിലെ 36-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, നമുക്ക് കുറേ ആൾക്കാർ കാണാതെ അറിയുമല്ലോ. അതിൻ്റെ അവസാനത്തിൽ വരുന്നതാണ് വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ, പിശാച് വല്ല കാര്യത്തിലും ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ. അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ക്ഷമയാണ്, അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ക്ഷമയാണ്, തിന്മയെ നന്മ കൊണ്ട് തടുക്കണം എന്നൊക്കെയാണ്. അതിനൊക്കെ വിരുദ്ധമായി പിശാച് നമ്മളെ പ്രേരിപ്പിച്ചാൽ, അതാണ് വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. അത് 2 ആയത്തിലും ഒരുപോലെ തന്നെ. പിന്നെ ഇന്നഹു ഹുവസ് സമീഉൽ അലീം, ഇവിടെ അലിഫു ലാമൂട്ട സമീഉ എന്നാണ്, അലിഫു ലാമൂട്ട അൽ അലീമു എന്നാണ്. ഇവിടെ നമ്മൾ സൂറത്തു അഅറാഫിൽ 200-ാമത്തെ ആയത്തിൽ ഇന്നഹു സമീഉൻ അലീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നഹു സമീഉൻ അലീം. സൂറത്തു നഹലിലെ 98-99 ആയത്തും കൂടി നമ്മളൊന്ന് കൂട്ടത്തിൽ നോക്കുക. നഹൽ എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഇസ്രാഇൻ്റെ മുമ്പ്, അത് പേജ് 278. ഖുർആൻ ഓതുമ്പോൾ പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കണം എന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം. അവിടെ അതാ പറയണത്. 98-ഉം 99. അവിടെ എന്താ പറഞ്ഞത്? 278-ാമത്തെ പേജിൽ ഫഇദാ ഖറഅതൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതിയാൽ ഫസ്തഇദ് ബില്ലാഹ്, അപ്പോൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. മിനശ് ശൈത്വാനിർ റജീം, അകറ്റപ്പെടേണ്ട പിശാചിൽ നിന്നും. കണ്ടോ? ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ, കാര്യമെന്തെന്നാൽ അവന് സ്വാധീനമില്ല അലല്ലദീന ആമനു, മുഅ്മിനുകളുടെ മേലിൽ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, കാര്യങ്ങളൊക്കെ റബ്ബിൽ നാഥനിൽ ഏൽപ്പിക്കുന്നവരുടെ മേലിലും പിശാചിന് സ്വാധീനമില്ല. ആയതുകൊണ്ട് ഖുർആൻ വായിക്കാൻ, ഖുർആൻ ഓതാനെടുത്താൽ, പരിഭാഷ നോക്കാനെടുത്താൽ ഉടനെ പിശാച് പിടികൂടും. ഇപ്പം ഇജ്ജ് പരിഭാഷ നോക്കണ്ട, അപ്പം ഇജ്ജ് ഓതി തീരൂല, ആ സൂറത്താണ് തീർത്തണം. പരിഭാഷ ഒരാഴ്ച ഓതിയപ്പോൾ മനസ്സിലായില്ല, അപ്പോൾ ഞാൻ പരിഭാഷ എടുക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ തഫ്സീർ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ പിശാച് എന്നോട് പറയും, ഇതിപ്പോൾ തഫ്സീർ എടുത്ത് കാണും, നോക്കിയാൽ എന്താ സംഭവിക്കുക? ആ പേജ് ഓതി തീരൂല എന്നൊക്കെ തോന്നിപ്പിക്കും. അപ്പോൾ ഞാൻ എന്താ ധൃതി കൂട്ടാൻ, മനസ്സിലായില്ലെങ്കിലും വേണ്ടിയില്ല, ആ പേജ് ഓതി തീർക്കണം തീരുമാനിക്കും. ഏതാ വേണ്ടത്? ഒരായത്ത്, മുകളിലൊരായത്താന്ന് വെച്ചോളി, പേജിൻ്റെ മുകളിലൊരായത്ത്, അത് ഓതുകയാണ്. അപ്പോൾ അത് മനസ്സിലായില്ല,
മനസ്സിലായില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? മനസ്സിലായവർ എഴുതി വെച്ച പരിഭാഷ നോക്കും അല്ലേ, അല്ലെങ്കിൽ തഫ്സീർ നോക്കും. അപ്പോൾ നോക്കാൻ നിന്നാൽ എന്താ പിശാച് നമ്മളെ തോന്നിപ്പിക്കുക? ഇപ്പം ആ പരിഭാഷ എടുത്ത് കണ്ട് അത് വായിച്ച് അതിൻ്റെ വിശദീകരണമൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോഴത്തേന് ആ ഒരായത്തെ നടക്കുകയുള്ളൂ. എനിക്ക് പോകാനായില്ല, നിർത്താനായില്ല. അപ്പോൾ അത് മുഴുവൻ ഓദ്യം തീർത്തല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിശാചിൻ്റെ പ്രേരണക്ക് വശംവദനായിട്ട് എടുക്കാതെ ഒരുങ്ങിയ പരിഭാഷ അവിടെ തന്നെ വെച്ച് ഓതി തീർക്കാം. എന്നാൽ അപ്പോൾ ആ പേജ് കഴിഞ്ഞു, ആ സൂറത്തും കഴിഞ്ഞു, അല്ലെങ്കിൽ ജുസു മുഴുവനായി. ഇങ്ങനെയൊക്കെ നമ്മളെ പിശാച് അള്ളാഹുവിൻ്റെ കലാമ് മനസ്സിലാക്കുന്നതിൽ നിന്ന് തടയും. പിശാച് പ്രകോപനം ഉണ്ടാക്കാൻ അതാണ്, നന്മയിൽ നിന്ന് തടയുകയും തിന്മക്ക് പ്രേരണ നൽകുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം നമ്മളെ ഉണർത്തുന്നത്. ഇനി നമുക്കറിയാലോ, മൂസാ നബി അലൈഹിസ്സലാം വിവരക്കേട് കാട്ടുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഊദു ബിക അൻ അകൂന മിനൽ ജാഹിലീൻ, അല്ലേ? ജഹാലത്ത്, വിവരക്കേട് കാട്ടുന്നതിൽ നിന്ന്. നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചെന്താ? അള്ളാഹ് എനിക്ക് അറിയാത്ത കാര്യം എന്നോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ, എനിക്ക് അറിവില്ലാത്ത കാര്യം സൂറത്ത് ഹൂദിൽ പറയുന്നുണ്ട്. എൻ്റെ മകനെയും കൂടി രക്ഷപ്പെടുത്തണം നൂഹ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹ് പറയാം, അതെനിക്ക് അറിവില്ലാത്ത കാര്യമാണ്, അവൻ നിൻ്റെ അഹ്ലല്ല. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹ് എനിക്ക് അറിയാത്ത കാര്യം ചോദിക്കണമെന്ന് കാവലിനെ ചോദിക്കുക. ഇങ്ങനെ അള്ളാഹുവിനോട് എല്ലാ കാര്യത്തിലും നമ്മൾ തെറ്റായ, തിന്മയായ, അപകടകരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം എന്നൊരു പാഠം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പിശാചിനും മലക്കുകൾക്കും മനുഷ്യനിൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഓരോ മനുഷ്യനിലും ഒരു പിശാചുണ്ട്, ഓരോ മനുഷ്യനിലും മലക്കുണ്ട് എന്നാണ്. പിശാചിൻ്റെ പണി എന്താണ്? നമ്മളെ തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിക്കുകയും ദാരിദ്ര്യം പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യുക. അതാണ് പിശാചിൻ്റെ പണി. മലക്കിൻ്റെ പണി എന്താണ്? നമ്മളെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയും സത്യത്തിൽ നിലകൊള്ളാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുക. ഒരാൾ നമ്മളോട് ഒരു സംഭാവന ചോദിച്ചു. അപ്പോൾ പിശാച് പറയും, പൈസയൊക്കെ ഉണ്ട് കയ്യിൽ, ഇപ്പോൾ കൊടുത്താലേ എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങണ കാര്യമാണ്, എൻ്റെ കുട്ടികൾക്ക് തുണിക്കുപ്പാർക്കുള്ള പൈസ, അല്ലെങ്കിൽ ഈ ടൂറ് പോകാൻ വെച്ചതാണ്, ആ ലോകത്തെ കുട്ടിക്ക് രോഗമുണ്ട്, 500 റുപ്യ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് ഉടനെ തോന്നിപ്പിക്കും, ഈ ടൂറ് പോകാൻ വെച്ചതല്ലേ. ഇങ്ങനെ പിശാച് നമ്മളെ അപകടം. അതാണ് ഈ ആയതും ബി ശരിയ തക്ദീബും ബിൽ ഹഖ്, തിന്മക്ക് പ്രേരിപ്പിക്കുകയും നന്മയെ നിഷേധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യും. മലക്കാണെങ്കിലോ അത് സത്യത്തിന് വേണ്ടി സത്യം അംഗീകരിക്കുവാനും ഹൈറായതിലും നമ്മളെ പ്രേരിപ്പിക്കും. ഇത് ഓരോ മനുഷ്യനിലും ഉണ്ട് എന്നാണ്. അപ്പോൾ തെറ്റായ പ്രേരണ വന്നാൽ ഉടനെ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അതുതന്നെയാണ് ഹദീസിലും, അതുതന്നെയാണ് ഈ ആയത്തിലും. അതുതന്നെ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. പിശാചിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയോ പ്രകോപനമോ ഉണ്ടായാൽ, തിന്മ ചെയ്യാൻ പ്രേരണയുണ്ടായി, അല്ലെങ്കിൽ തിന്മയും തെറ്റുമൊക്കെ ചെയ്യാൻ പ്രകോപനമുണ്ടായി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ അതിന് പ്രകോപിതനാവുക, അങ്ങനെ സംഭവിച്ചാൽ ഫസ്തഈദ് ബില്ലാഹ്, ഉടനെ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. അത് മലയാളത്തിലും ചോദിക്കുക, അറബിയിലും ചോദിക്കുക. ഫസ്തഈദ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. ഇന്നഹു സമീഉൻ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. പിശാചിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദരാകാതെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കാൻ അവൻ നമുക്ക് തുണയേകുമാറാവട്ടെ. അതാ എല്ലാ തരം പിശാചിൻ്റെ, മനുഷ്യ പിശാചിൻ്റെയും ജിന്ന പിശാചിൻ്റെയും അവരിൽ പ്രേരിപ്പിക്കുന്ന പ്രേരണകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും, നന്മയെ തടയുമ്പോൾ അതിനെ തട്ടിമാറ്റി നന്മയിലേക്ക് മുന്നേറുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണേ രക്ഷിതാവേ. ഞങ്ങളുടെ കുട്ടികളെ എല്ലായ്പ്പോഴും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പിശാചുക്കളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ രോഗങ്ങളെ മുഴുവനും നീ ശിഫയാക്കണേ രക്ഷിതാവേ. ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കണേ രക്ഷിതാവേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.